പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ ചിറകളിൽ വിരിച്ച് പറന്നുയരുക. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാഗസിനിൽ ഞാൻ എഴുതിയതായ ലേഖനത്തിൻ്റെ ഹെഡിങ്ങാണിത്. ആ ലേഖനത്തിൽ എൻ്റെ പ്രിയ സഹോദരൻ ജോൺസൻ്റെ ലൈഫ് ഹിസ്റ്ററി ഞാനൊന്ന് ഹിൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ അവൻ എൻ്റെ അടുക്കലേക്ക് എടുത്തു വന്നപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അന്നെഴുതിയതായ ലേഖനത്തിൻ്റെ വരികൾ ചിന്തിപ്പാനിടയായി. ജോൺസൺ ഒരു ഗാനം കൂടെ ആലപിച്ചനന്തരം എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോൺസൺ ഇന്ന് പരക്കെ മാധ്യമങ്ങളിലൂടെയും ഓഫ്ലൈൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു സുവിശേഷ ഗായകനാണ്, എൻ്റെ സഹോദരനാണ്. പലപ്പോഴും യുവജന ക്യാമ്പുകൾ ചെല്ലുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട്, പലരും അവൻ്റെ പാട്ടുകൾ കേട്ടിട്ട് അഹങ്കാരത്തോടു കൂടെ വേദിയിൽ നിൽക്കുന്നൊരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ പലരും ചിത്രീകരിച്ചത്. കാരണം വലതു കൈ പാൻസിൻ്റെ പോക്കറ്റിലെടുക്കാതെ അവന് പാട്ടുകൾ പാടുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ഏത് നിലവാരത്തിലുള്ളതും എൻ്റെ സഹോദരങ്ങൾ പാടുന്നവരാണ്. പക്ഷേ ഈ ശൈലി കണ്ടിട്ട് പലരും ഏതോ പൊങ്ങച്ചത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒടുവിലായിട്ട് ജോൺസൺ തൻ്റെ സാക്ഷ്യങ്ങൾ അവിടെ പറയുമ്പോഴാണ് പെനട്രേറ്റ് ദ ഹാർട്ട്, ഹൃദയങ്ങളെ ചൂടുന്നുറങ്ങുന്ന പദങ്ങളായിട്ടത് മാറുന്നത്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വെട്ടിയിട്ടിരുന്ന തെങ്ങിൻ്റെ അറ്റത്ത് തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നവൻ വഴുതി വീഴുകയും അവൻ വലതുകൈയും ഇങ്ങനെ വളഞ്ഞുപോയി. ആ സമയം ഞങ്ങളുടെ അടുത്ത് ഒരു വൈദ്യനുണ്ടായിരുന്നു. ഹർത്താലൊക്കെയാണ്, ഹോസ്പിറ്റലിൽ മറ്റും കൊണ്ടുപോകാൻ മാർഗമൊന്നുമില്ല. ആ വൈദ്യനടുക്കൽ കൊണ്ടുപോയി ഈറയുടെ കഷണങ്ങൾ ഈ കയ്യിൽ വെച്ച് കെട്ടുന്നൊരു വൈദ്യ ചികിത്സ ശൈലി. പക്ഷെ അത് വളരെ മുറുകിപ്പോയി. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ അവൻ്റെ കൈകൾ പഴുത്ത് ഊതാളി വീർത്ത് വല്ലാതെയായി. ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാലിപ്പൂവൻ പഴം ഇറുന്നു വീഴുന്നത് പോലെ ഇറുത്തെടുക്കത്തെ നിലവാരത്തിൽ കൈകൾ വളരെ പഴുത്തിരുന്നു. ഒരു വർഷത്തിലധികം അടുത്തൊരു ഹോസ്പിറ്റലിൽ കിടന്നു. 2-3 പ്രാവശ്യം ആ കൈകൾ ഒടിച്ചു കെട്ടി നേരെയാക്കാൻ ശ്രമിച്ചു. പ്ലാസ്റ്ററൊക്കെ തുളച്ച് പഴുപ്പ് പുറത്തേക്ക് വരുന്ന ചിത്രങ്ങൾ. അവൻ്റെ വലത് കൈ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഇന്ന് ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന പ്രിയ ജോൺസൻ്റെ പപ്പ ഡോക്ടറോട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ മോൻ്റെ കൈകൾ മുറിച്ചു കളയരുത്. അങ്ങനെ ഡോക്ടർമാർ വിദഗ്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് വലത് കരം മുറിച്ചു കളയാതെ ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചേക്കുകയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നേക്കാൾ ഓർമ്മ അനുഭവിച്ചവനറിയാമല്ലോ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. 1 വർഷത്തെ ആ ഹോസ്പിറ്റൽ വാസം. അവനോടൊപ്പം ഹോസ്പിറ്റലിൽ കിടന്ന ഞങ്ങളുടെ സഹോദരനാണ് ബിനോയ്. ചില നിമിഷങ്ങൾക്ക് മുമ്പ് അവനോട് വന്നിട്ടുണ്ടായിരുന്നു. അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസനാണ്. അന്ന് ഡോക്ടർ അവന് വാച്ചുള്ളതൊരു പേന കൈ കൊടുത്തു, എഴുതി പഠിക്കണമെന്ന്. വലത് കൈ നഷ്ടപ്പെട്ടവൻ എങ്ങനെ എഴുതി പഠിക്കാൻ? ഇടതുകൊണ്ട് എഴുതി തുടങ്ങി. ഇടത്തേക്കൊണ്ട് എഴുതി 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പാസ്സായി. പ്രീ ഡിഗ്രി പാസ്സായി. ഡിഗ്രിക്ക് പോയി. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ മലയാള ഭാഷയൊക്കെ നന്നായിട്ട് എഴുതുന്നവരെ കാണാൻ വലിയ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഫോംസ്. ജോൺസൺ വളരെ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇടത്തേക്ക് കൊണ്ട് എഴുതുന്ന വ്യക്തിയായി. ഒത്തിരി വൈതരണികൾ ജീവിതത്തിൽ കടന്നു വന്നു. എല്ലാം ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും എന്തെന്നറിയാൽ പകച്ചു നിന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പോലും അറിയാത്ത ചില സാക്ഷ്യങ്ങൾ ചില നാളുകളിൽ പല പേരിൽ പങ്കുവയ്ക്കുന്നത് കേട്ടപ്പോഴാണ് ആരോരും അറിയാതെ അവൻ്റെ ഹൃദയത്തിലെ ആ ചിന്തകൾ ഞാൻ മനസ്സിലാക്കിയത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസിയായിരുന്നു. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. പക്ഷേ ജീവിതായോധന കളറിയിൽ ഓബ്സ്റ്റക്കിൾസ്, ഡിഫിക്കൽറ്റീസ്, പ്രോബ്ലംസ് ഒക്കെ കടന്നു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനായ എൻ്റെ സഹോദരന് താങ്ങാനാവാത്ത ഹൃദയ നൊമ്പരം. ലോകത്തിലെ പല നിലകളിലുള്ള കാര്യങ്ങളിൽ അവൻ മുഴുകാൻ ശ്രമിച്ചു. ഞാൻ അറിഞ്ഞൊരു കാര്യം, ഈർന്നണിയിക്കുന്ന കണ്ണുകളോട് ഞാൻ കേട്ടത്, 1-2 പ്രാവശ്യം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലും. ഒരിക്കൽ ജോൺസൻ്റെ വീട്ടിൽ ഞാൻ കടന്നു ചെന്നു. സന്ധ്യമയങ്ങിയ സന്ദർഭത്തിലാണ്. എൻ്റെ വീട് തൊട്ടടുത്ത. 10-11 മണിയായപ്പം ജോൺസൺ വരികയാണ്. വന്ന ചിത്രമൊക്കെ ഇന്ന് മനസ്സിലുണ്ട്. ഞാൻ വീടിൻ്റെ കോലായിരിക്കുന്നത് കണ്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് അവൻ കയറാതെ
മലനട അമ്പലത്തിൽ നടന്നതായ ഏതൊരു ഉത്സവത്തിൻ്റെ ഭാഗത്തേക്കോ മറ്റും കടന്നുപോയി, പിടിതരാതെ പോയത്. പിറ്റേ നേരം വെളുത്തപ്പോൾ ഞാനവിടെ കാണത്തില്ലെന്ന് കരുതി മടങ്ങി വന്നു. പക്ഷേ ഞാൻ അന്നേരവും വീട്ടിൽ നിന്ന് പോയാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ICPFൻ്റെ ഒരു ക്യാമ്പ് മണക്കാല തിയോളജിക്കൽ സെമിനാരി നടക്കുക. ജോൺസനെ പിടിച്ചുകൊണ്ട് അവിടോട്ട് പോയി. അത് ജീവിതത്തിന് വഴിത്തിരിവായിട്ട് മാറി. കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. എത്രയോ വേരുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനൊരു ദൈവിക സന്ദേശം ലഭിച്ചപ്പോൾ ഞാനന്ന് മറ്റു സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ജോസ്യാൻ കൊണ്ടുവിട്ടാൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവധിയെടുത്ത് അവരുമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത് കൂടി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്ത് പൈറ്റൺ ആദ്യത്തെ ഒരു സുവിശേഷ യാത്രയായിരിക്കും. ഒരുപക്ഷെ ആദ്യമായിട്ട് കേരളത്തിന് അപ്പുറത്തേക്ക് പോയതും എന്നോടൊപ്പമായിരിക്കും, ബാംഗ്ലൂരേക്ക്. പിന്നാണ് ഈ പൈറ്റണിലേക്ക് കടന്നുപോയി. ഒരു ചെറിയ ഗ്രാമം, നവഗാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. യേശുവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ജോൺസൺ അന്ന് ഒരു പാട്ട് പഠിച്ചു, അവിടെ പാടി, ഹിന്ദി പാട്ട്, സഹാറ മുച്ചിക്കോ ചാഹിയേ സഹാറ ദേശ് എന്ന് പറഞ്ഞ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ഗാനം. ആ പാട്ട് അതിനുശേഷം എപ്പോഴൊക്കെ ഇപ്പോഴായാലും ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ മുഖം ഓർമ്മ വരാറുണ്ട്. ഇന്ന് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞത് ജീവിതായോധന കളരിയിൽ തോറ്റുപോകുമെന്ന് ചിന്തിച്ച സമയത്ത് കർത്താവിൻ്റെ സ്നേഹം ഒരു വെള്ളിവെളിച്ചം പോലെ അവൻ്റെ ഹൃദയത്തിലേക്ക് തേടി വരികയും അത് റെക്കഗ്നൈസ് ചെയ്ത് ഒരിക്കൽ കൂടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പോലും സ്വപ്നം കാണുന്നതിനപ്പുറമായിട്ട് തീരുമാനിക്കാൻ തുടങ്ങി. നേരെങ്കിലും ഇനത്തിലൊക്കെ ദൈവിക നന്മകൾ അനുഭവിക്കുന്നെങ്കിൽ, അസഖ്യം വേദികളിലേക്ക് അവൻ യാത്ര ചെയ്യുന്നെങ്കിൽ അത് ആ ദൈവസ്നേഹം മനസ്സിലാക്കി സമർപ്പിച്ചതിൻ്റെ ഭാഗമാണ്. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ ഗായകനായ ഗുഡ്നസ് ബാലവും അവൻ അന്യമൊന്നുമല്ല. 1987 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുഡ്നസ് ബാലവത്തിൻ്റെ യൂണിറ്റ് ഞങ്ങളുടെ നാട്ടിൽ നെല്ലുമുകളിൽ ആരംഭിച്ചത്. അതും അവിടുത്തെ ചർച്ചിൽ തന്നെയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ, അപ്രതീക്ഷിതമല്ല, എല്ലാം ഗാഡ് ഹാസ് എ സ്പെഷ്യൽ പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് ഇന്ന് ഒരുമിച്ച് വേദിയിൽ വരാൻ. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതായ എൻ്റെ സ്നേഹിതരെല്ലാവരോടും പറയട്ടെ, ദൈവസ്നേഹം നാം തിരിച്ചറിഞ്ഞാൽ, ദൈവത്തിന് നാം സമർപ്പിച്ചാൽ, അല്പദാസൻ അത്ഭുതകരങ്ങളിൽ നിന്നൊരു ഗ്രന്ഥം ഞാൻ പണ്ട് വായിച്ചതുപോലെ നമ്മളെല്ലാം ദൈവം ഉപയോഗിക്കാൻ ശക്തനാണ്. അത് ജോൺസന്റെ മാത്രം സാക്ഷ്യമല്ല, ബോബിയുടെയും ബെനറ്റിൻ്റെയും ജോൺ ഷാമുവിൻ്റെയും അനീഷിൻ്റെയും അജിമാങ്ങാനത്തിൻ്റെയും ബെന്നിയുടെയും നമ്മളെല്ലാവരുടെയും സാക്ഷ്യമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചാൽ ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ, കുലീനത്ത് മുളക് ലജ്ജിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തതോർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസ്നാനത്തിലായിരിക്കുമ്പോൾ അനുഗ്രഹീതമായൊരു ഹിന്ദി ഗാനം പ്രിയ നല്ല സഹോദരൻ ജോൺസൺ ആലപിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു. जीवन का मकसद तू है, मेरे जीने का कारण तू है। मेरा जीवन का मकसद तू है, मेरे जीने का कारण तू है। मैं जीऊँ या मरूँ वो तेरे लिए, तू मेरा प्रभु। मेरा जीवन का मकसद तू है,
मेरे जीने का कारण तू है, मेरे जीवन का मकसद तू है, मेरे जीने का कारण तू है। पिछला सब भूल कर मैं आंखें दौड़ा चलूं, जो मेरे लिए धनदार उसको मैं त्याग दूं। ओ पिछला सब भूल कर मैं आंखें दौड़ा चलूं, जो मेरे लिए धनदार उसको मैं त्याग दूं, कि मैं पाऊं उससे पुरस्कार, दौड़ा मैं जाऊं, कि मैं पाऊं उससे पुरस्कार, दौड़ा मैं जाऊं। मैं जीऊं या मरूं वो तेरे लिए, तू मेरा प्रभु, मेरे जीवन का मकसद तू है, मेरे जीने का कारण तू है, मेरे जीवन का मकसद तू है, मेरे जीने का कारण तू है। मुझ पर हुई है कृपा, बेकर न जाने दूं, जिसने मुझे चुना उसकी और मैं बनूं। ओ मुझ पर हुई है कृपा, बेकर न जाने दूं, जिसने मुझे चुना उसकी और मैं बढ़ूं। देखूं तेरी सलीब पर खींचा मैं जाऊं, देखूं तेरी सलीब पर खींचा मैं जाऊं। मैं जीऊं या वो तेरे लिए, तू मेरा प्रभु, मेरे जीवन का मकसद तू है, मेरे जीने का कारण तू है, मेरे जीवन का मकसद तू है, मेरे जीने का कारण तू है।